ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി കിടിലൻ സോഫ കേക്കാണ്. സോഫ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അതിനു മുമ്പ് നമ്മളിപ്പോൾ സോഫയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സോഫയെക്കുറിച്ച് നമ്മൾ മാസ്റ്റർ പീസ് വ്ളോഗിൽ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫയ്ക്ക് സാധാരണ സോഫയേക്കാളും ഒരു പ്രത്യേകത ഉണ്ട്. 2 ഉപകാരങ്ങളാണ് ഈ സോഫയ്ക്കുള്ളത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ മാസ്റ്റർ പീസ് വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ അവസാന ഒരു ബോക്സിലും ഞാൻ തരുന്ന കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോഫ കേക്കാണ്. അതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിനായിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ളത് ബേസ് കേക്കാണ്. ഇതുപോലെയുള്ള ബേസ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മാസ്റ്റർ പീസ് വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും അതുപോലെ തന്നെ അവസാന ഒരു ബോക്സിൽ ലിങ്ക് തരുന്ന കേട്ടോ. അത് കണ്ട് മനസ്സിലാക്കി വരിക. കൂടുതൽ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ആ ബേസ് കേക്ക് നമ്മൾ സ്ക്വയറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 7 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയിലുള്ള സ്ക്വയറിലുള്ള ഒരു ബേസ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ 5 ഇഞ്ച് നീളത്തിൽ ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം വളരെ കറക്റ്റായിട്ട് തന്നെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് ഫിനിഷിംഗ് ആക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നേർ പകുതി നമുക്ക് എന്ത് ചെയ്യാം, മുറിച്ചിട്ട് മാറ്റി വെക്കാം. ഈ ഒരു കേക്ക് ഇതേപോലെ ഹാർഡായിട്ട് തന്നെയാണ് നിൽക്കേണ്ടത്, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ലെയർ ഇതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഒരു സൈഡിലുള്ള ഗ്യാപ്പൊക്കെ അടക്കുക. അതിനുശേഷം നമ്മൾ അതേപോലെ ബേസ് എടുത്തിട്ടുണ്ട്. ബേസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ ഈ ഒരു അറ്റത്താണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ നിന്നും ചെറിയൊരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഫയുടെ ചാരാനുള്ള ഭാഗമാണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തതും അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു കേക്ക് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി അതിനുശേഷം ഈ മുകളിലുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സോഫയുടെ ആ ഒരു ചരിവ് കിട്ടാൻ വേണ്ടി കേട്ടോ. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ലുക്കിലായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇതേപോലെ 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് 2 ഭാഗവും ഒഴിവാക്കി കഴിഞ്ഞു. ഇന്നടുത്തായിട്ട് ഈ ഒരു സൈഡും ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സോഫയുടെ ലുക്കായിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും നന്നായിട്ട് മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് സീറ്റിൻ്റെ കട്ടിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതേപോലെ 2 ഭാഗത്തും നമ്മൾ കട്ട് ചെയ്തു ചെറിയൊരു പീസ് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫോണ്ടൻ്റ് ആണ്. ഫോണ്ടൻറ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. കേക്ക് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നല്ല ഒരു മാവ് കുഴച്ച് വെച്ച പോലെ ഉണ്ടാവും. ഓക്കെ, മധുരമുള്ള സംഭവമാണ്. ഇത് പല കളറിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഇത് പരത്താനായിട്ട് ഇതേപോലെ ഒരു കോലും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതേപോലെ പല ടൂൾസും കിട്ടുന്നതാണ്. ഇതിൻ്റെ പാക്കറ്റിന് 70 രൂപയാണ് വില. ഇതേപോലെ ഉള്ളതൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഫോണ്ടൻ്റ് എങ്ങനെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഫോണ്ടൻ്റ് എടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് പരത്താൻ പോവുകയാണ്. അതിനായിട്ട് ഇതേപോലെയുള്ള ഈ ഒരു ദണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സാധാരണ നിങ്ങളെടുത്തുള്ള പത്തിരി പരത്തുന്ന കോല് ഉപയോഗിച്ചിട്ടും പരത്തിയെടുക്കാവുന്ന കേട്ടോ. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ ഒരു അറ്റത്തുള്ള ഈ റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ കട്ടി, അതിൻ്റെ വണ്ണം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് നന്നായിട്ട് പരത്തിയെടുത്തു. ഇനി ഇത് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതേപോലെ പതുക്കെ ചെയ്തെടുക്കണം. ഇവിടെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഇതിൻ്റെ സൈഡിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും ഇറങ്ങുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മനസ്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം, ബാക്ക് ഭാഗം ഓവറായിട്ട് നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണ്ടൻ്റ് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് പൊട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണം പറയാൻ കാരണം. എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡും കട്ട് ചെയ്തിട്ട് ആ ഒരു സോഫ കവറിങ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ അറിയാത്ത പോലെ തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യേണ്ടതാട്ടോ. ഈ ടൂളുകൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന സിമ്പിളായിട്ട് തന്നെ 70 രൂപ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്ക് മൊത്തമായിട്ട് കിട്ടുന്ന കേട്ടോ.
അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ സീറ്റിനായിട്ട് ഒരു കട്ടിങ് ഇട്ടിരുന്നു. ആ സീറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ മുകളിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സീറ്റ് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ പരത്തി എടുത്തിട്ടുള്ള ഫോണ്ടൻ്റ് ഇതിൻ്റെ മുകളിൽ ഈ ഒരു രൂപത്തിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫോണ്ടൻ്റ് നമുക്ക് ഏത് രൂപത്തിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടൂൾ എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ആവാൻ വേണ്ടി ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡെല്ലാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോഫയുടെ മുകൾ ഭാഗം ഇതേപോലെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കള്ളികൾ വരച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു സോഫയുടെ ലുക്ക് വരികയുള്ളൂ. അതിനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. കൈയൊന്നും എവിടെയും തട്ടി പൊട്ടാതെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ഇതേപോലെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് മറ്റൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു തുന്നൊക്കെ തോന്നുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ഒരു കൈ കുത്തുന്ന ഭാഗം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു റോൾ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, 2 ഭാഗത്തും വെച്ച് കൊടുക്കാം. ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഡയറക്റ്റ് അതിമേൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രം മതി. ഇതേപോലെ ഈ ഒരു ഭാഗത്തൊന്നും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്തും നമ്മൾ മറ്റൊന്നും വെച്ച് കൊടുത്തു. ഇതോടുകൂടി സോഫയുടെ ഏകദേശം വർക്ക് കഴിഞ്ഞു. ഇനി ഏത് രൂപത്തിലും നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ സോഫ ഇതേപോലെ ലുക്കിലായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു സൈഡൊക്കെ അതേപോലെ ഓരോ പീസുകളൊക്കെ വെച്ചിട്ട് പല ഡിസൈനുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എങ്ങനെയും ചെയ്തെടുക്കാം. ഈ ഫോണ്ടന്റിനുള്ള ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമുക്ക് ഏത് രൂപത്തിലും എങ്ങനെയും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഫോണ്ടന്റിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞിട്ടോ, ഇത് മധുരമുള്ള കഴിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. ഞാനിവിടെ ഇതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഞാനിതുപോലെ ഇനി പണിയെടുക്കുന്നില്ല. കാരണം അത്യാവശ്യമൊക്കെ ആയിട്ടുണ്ട് എന്ന് തോന്നി. നമ്മുടെ ഫോണ്ടന്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. സോഫ കേക്കാണിത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള കിടിലം മറ്റ് പല ഐറ്റംസുകളും നമ്മൾ ഇറക്കി തരുന്നതാണ്. അതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് കമൻറ്റിലായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ലൈക്കും ഷെയറാണ് നമ്മുടെ വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഗൈസ് നമ്മളിതാ കട്ട് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ഇത് കട്ട് ചെയ്യാൻ ചെറിയൊരു മനപ്രയാസം ഉണ്ടെങ്കിലും കൂടി, പക്ഷേ കേക്കായി പോയി കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കേണ്ടതാണ്. എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി കിടില കേക്ക് തന്നെയാണ്. കഴിച്ച് നോക്കണം. ചെറിയ പീസ് അവിടെ കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അടിപൊളി സംഭവം, പൊളി. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ അഭിപ്രായം പറയുക. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. എല്ലാവരും ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഫോണ്ടൻറ്റ് ഒന്ന് മാത്രമേ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. 2 എടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 130 രൂപയാണ് ഒരു ഫോണ്ടൻറ്റിന്. അത് പഞ്ചസാരയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. മധുരമാണ് കൂടുതലായിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സിമ്പിളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഞങ്ങളുടെ മാസ്റ്റർ പീസ് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സോഫയുടെ പ്രത്യേകത എന്താണെന്ന് അറിയണമല്ലോ അല്ലേ? അതറിയാൻ താല്പര്യമുണ്ടാവും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇതാ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ മാസ്റ്റർ പീസ് വ്ലോഗിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. അതുപോലെ തന്നെ ബേസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ആദ്യം ഇറക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത്. അതിൻ്റെ വീഡിയോ ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കാണുക. ഞങ്ങളുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.